ഹായ് നമസ്കാരം, രേണുസുതിയാണ്. ഞാൻ വന്നത് വേറൊന്നുമല്ല. നിങ്ങൾക്കറിയാം, ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. സോ എന്താ പറയുക, എന്നെ പോലെ തന്നെ, അതായത് മിക്ക വലിയ വലിയ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളും സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ, നിങ്ങൾക്കറിയാം. സോ അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ ചെന്നിട്ട് റിയാക്ഷൻ വീഡിയോ പറയുന്നവന്മാർ ചെന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പോസ്റ്റ് പേഴ്സണലി കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടാത്ത അവസ്ഥ ഒന്ന് ആലോചിക്കും. ശരിയാ. ആ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ്. അത് ചെയ്യാൻ പാടുണ്ടോ? ആരാണ് ഈ ചെയ്തത്? ഏതവനാണ് ഈ ചെയ്തത്? അകത്തുള്ളത് പുറത്തു വിട്ടത് ഏത് മഹാഭാവിയാടാ? ഏ ഇത് എന്താണ് ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഇനിയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം കേസ് കൊടുക്കണം പിള്ളേച്ച, കേസ് കൊടുക്കണം. മെറ്റ് എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണിത് സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായോ? സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർക്ക്, അതായത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ്. നാക്കുളുക്കുന്നല്ലോ. സസ സസ സ മെറ്റ എന്ന് പറയുന്നത് അവർക്കും കൂടി ഉള്ളതാണ്. അതെന്താണിടാ നീയൊക്കെ മനസ്സിലാക്കാത്തത്? വളരെ മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ ചെയ്യുന്നത്? പൈസ മേടിച്ച് അവർക്ക് വേണ്ടി മാത്രം ഇട്ടുകൊടുക്കുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പോസ്റ്റുകളൊക്കെ എടുത്ത് പുറത്തു കൊണ്ട് തട്ടുന്നത് മഹാപാപമാണേ. ഇടേണ്ട പോസ്റ്റ് അത് നീ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നു. നിനക്കൊക്കെ എന്തുവാണോ? നിനക്കൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നില്ല. ആ പറഞ്ഞത് വാസ്തവം. എന്നും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും മരുന്ന് കഴിക്കുന്ന പോലെ നിനക്കൊക്കെ കണ്ടന്റ് തരുന്നില്ലേ? എന്നിട്ട് ഇങ്ങനത്തെ ചെറ്റത്തരം ചെയ്യാമോ? അതെടുക്കാൻ വേണ്ടി ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന എന്താ പറയാ, അവർക്ക് വേണ്ടി മാത്രം ഇടുന്ന പോസ്റ്റുകളും മിക്ക സെലിബ്രിറ്റികളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നീയൊക്കെ ഒന്ന് വലിയ വലിയ സെലിബ്രിറ്റികൾ ചെയ്യുന്നുണ്ടല്ലോ സബ്സ്ക്രിപ്ഷൻ. അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ കയറി നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് പബ്ലിക് ആക്കിക്കേ, അപ്പം വിവരം അറിയാം. അപ്പോളേ അറിയാൻ വയ്യാത്തൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഈ വന്ന് എടുത്തുകൊണ്ട് പോയവന് കാശ് അടച്ചിട്ടാണ് വന്നത്. അതായത് രമണ ഈ 189 രൂപ അടച്ച് അങ്ങോട്ട് വന്നത് അവർക്ക് ഈ ഇട്ടുകൊടുക്കുന്നത് എടുക്കാനുള്ള അവകാശവുമുണ്ട്. ഇനി അത് പുറത്തു കൊണ്ട് തട്ടുന്നത് അത് ചെറ്റത്തരമാണ്. കാരണം ഇനിയും ആൾക്കാർ വന്ന് ഈ പണം അടച്ചവർ കയറേണ്ടതാണ്. അപ്പോൾ ആ കാണിച്ചത് തെണ്ടിത്തരമാണ്. അപ്പൊ ഈ ഒരു പരിപാടി തുടങ്ങി വെച്ചപ്പോൾ എന്താണ് വിചാരിച്ചത്? അതിനകത്ത് വന്ന് ആ കാണിക്കുന്നതും ഇട്ടുകൊടുക്കുന്നതും കണ്ടേ ചങ്ങ് പോകുന്നോ? മിക്ക ആൾക്കാരും ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് കയ്യിൽ വെക്കും. കാരണം ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. അത് മിക്ക സെലിബ്രിറ്റികളുടെയും എല്ലാവരുടെയും കയ്യിൽ കാണും. ഈ പറഞ്ഞതുപോലെ സബ്സ്ക്രിപ്ഷനൊക്കെ ചെയ്ത് വെച്ചവരുടെ എല്ലാവരുടെയും ഇതുപോലെയുള്ള ഇട്ടുകൊടുക്കുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പുറത്ത് വരാത്തതായിട്ടുള്ള ചിത്രങ്ങൾ അവരവരുടെ മൊബൈൽ ഗാലറിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. പിന്നെ എന്താണ് വിചാരിച്ചത്? അവർ കണ്ടിട്ട് മിണ്ടാതെ അങ്ങ് പോകുന്നു. അവർക്ക് വട്ടാണ് ഈ 180 രൂപ അടച്ചങ്ങോട്ട് കയറി വരാനാ? എന്റെ മെക്കെട്ട് കയറാനേ നിനക്കൊക്കെ അറിയത്തുള്ളൂ. എന്റെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആക്കാം. നാണം ഉണ്ടോ നിനക്കൊക്കെ? നാണം ഉണ്ടോ? ഞാനൊരു കേസ് ഫയൽ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടെ തന്നതാണ്. മനസ്സിലായോ? മിക്ക സെലിബ്രിറ്റീസിന് കൊടുത്ത പോലെ എനിക്കും കൂടി തന്നതാണ് ആ ഒരു പ്ലാറ്റ്ഫോം. ഞാനും കൂടെ എന്താ പറയാ, സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കാണാനാണ്. അത് നീ പേഴ്സണൽ അതിനകത്ത് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആയിട്ട് കാണും. നീ സ്ക്രീൻഷോട്ട് നിന്റെ ഫോണിൽ വെച്ചോ. അത് സമ്മതിച്ച്. ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് നീ ഫോണിൽ വെച്ചോ. നീ 189 രൂപയൊക്കെ അടച്ചിട്ട് വന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യുപകാരമായിട്ട് നീ എന്ത് വേണേലും സ്ക്രീൻഷോട്ട് എടുത്ത് നിന്റെ ഫോണിൽ വെച്ചോടാ. പക്ഷെ പബ്ലിക് ആക്കരുത്. അത് ചേച്ചി പൊറുക്കൂല. നീ എന്തിനാ പബ്ലിക് ആക്കുന്നത്? ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നല്ലേ. നിന്റെ വീട്ടിലെ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇത് മെറ്റ പ്ലാറ്റ്ഫോം എനിക്ക് തന്നതല്ലേ. ഞാൻ നോക്കട്ടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ, ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ആ പറഞ്ഞത് തെറ്റ്. നിന്റെ വീട്ടിലെ കാശ് കൊണ്ടല്ലല്ലോ എന്ന് പറഞ്ഞതിൽ അവൻ്റെ 189 രൂപ താങ്കളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഇല്ലേ? നാട്ടുകാരുടെയൊക്കെ കയ്യിൽ നിന്ന് നമ്മൾ പിരിച്ചു തിന്നുക എന്ന് പറയത്തില്ലേ? അതിൻ്റെ മറ്റൊരു വെർഷൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പേരുടെ കയ്യിൽ നിന്ന് 189 രൂപ വെച്ചിട്ട് അങ്ങോട്ട് തരികയാണ്. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളത് കാണിച്ചു കൊടുക്കുന്നു. അത് വേറൊരു കാര്യം. അപ്പം നിന്റെ കയ്യിൽ നിന്ന് മേടിച്ചോ നീ തന്നോ എന്ന് ചോദിക്കരുത്. തന്നു. രേണു മാഡം അങ്ങ് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? ഈ അകത്തുള്ള സാധനം പുറത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഇത് കാണാൻ കയറി ചെല്ലുമോ? വൻ ഇടുവല്ലേ സംഭവിക്കാൻ പോകുന്നത്. വലിയ വലിയ പ്രതീക്ഷകളാണ്. റൂമിൽ AC വെക്കണം, EMI അടയ്ക്കണം. അതുകൊണ്ട് കാണുന്നവർ പോയി കണ്ടോ, സ്ക്രീൻഷോട്ട് എടുത്തോ, ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ എടുത്ത് വെച്ച് കണ്ട് ആസ്വദിച്ചോ. പക്ഷേ പബ്ലിക് ആക്കരുത്. അത് ചേച്ചി പൊറുക്കൂല. എന്നാലും ഈ കൊലച്ചതി ആരോടും ചെയ്യരുതടാ. അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടടാ. ഈ നാട്ടുകാർ കൊടുക്കുന്ന 189 രൂപ പലരാകുമ്പോൾ ലക്ഷങ്ങളാകും. ആ ലക്ഷങ്ങൾ കിട്ടിയവർ റൂമിൽ AC വെക്കുകയും, ഭയങ്കര ചൂടാണെന്നാൾ പറഞ്ഞായിരുന്നു, റൂമിൽ AC വെക്കുമോ, വേണമെങ്കിൽ ഹാളിൽ AC വെക്കുമോ, എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. പിന്നെ ഒരു കാര്യം, ഈ സെലിബ്രിറ്റീസിനുള്ളതാ മെറ്റ, അതായത് ബ്ലൂടിക്ക്. അത് പൈസ കൊടുത്താൽ ആർക്കും കിട്ടും ഈ ബ്ലൂടിക്ക് കേട്ടാ. 699 രൂപ കൊടുത്താൽ ആർക്കും വാങ്ങിക്കാം ഈ ബ്ലൂടിക്ക്.